Hello friends, welcome back to Wings of Education. Today we are going to discuss our second chapter from CBSE Class 10th First Flight, that is Nelson Mandela Long Walk to Freedom. Friends, what do you know about Nelson Mandela? Nelson Mandela was a South African politician and activist. On April 27, 1994, he was made the first president of South Africa elected in a fully represented democratic election. Mandela was also the first black president of his country, South Africa. Let's start our lesson. 10th May dawned bright and clear. For the past few days, I had been pleasantly beset by dignitaries and world leaders who were coming to pay their respects before the inauguration. The inauguration would be the largest gathering ever of international leaders on South African soil. Beset by means to be surrounded closely by. നെൽസൺ മണ്ടേല 10th മെയ്യിലായിരുന്നു പ്രസിഡൻ്റായി അധികാരമേറ്റത്. ആ ദിവസം നല്ല ബ്രൈറ്റ് ആൻഡ് ക്ലിയർ ആയിരുന്നു. അദ്ദേഹം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ആളുകളായി ചുറ്റപ്പെട്ടിരുന്നു എന്നാണ് പറയുന്നത്. അത് അദ്ദേഹം ഇഷ്ടപ്പെട്ടിരുന്നു. നെൽസൺ മണ്ടേല 10th മെയ്യിലായിരുന്നു പ്രസിഡൻ്റായി അധികാരമേറ്റത്. ആ ദിവസം നല്ല ബ്രൈറ്റ് ആൻഡ് ക്ലിയർ ആയിരുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അദ്ദേഹം ആളുകളായി ചുറ്റപ്പെട്ടിരുന്നു. ആരൊക്കെയായിരുന്നു അവിടെ എത്തിയിരുന്നത്? ഡിഗ്നിറ്ററീസ്. ഡിഗ്നിറ്ററി മീൻസ് ഇമ്പോർട്ടൻറ്റ് പേഴ്സൺസ്. ആൻഡ് പല കൺട്രികളിൽ നിന്നും ലീഡേഴ്സൊക്കെ ആ ചടങ്ങിൽ ഗ്യാദർ ചെയ്തിട്ടുണ്ട്. കുറേ പേർ ഒരുമിച്ച് കൂടിയ ഒരു വലിയ ഇനാഗുറേഷനായിരുന്നു സൗത്ത് ആഫ്രിക്കയിൽ നടന്നത്. The ceremonies took place in the lovely sandstone amphitheatre formed by the Union Buildings in Pretoria. For decades, this had been the seat of white supremacy, and now it was the site of a rainbow gathering of different colors and nations for the installation of South Africa's first democratic non-racial government. ഈ സെറിമണി നടക്കുന്നത് പ്രിറ്റോറിയ എന്ന സ്ഥലത്താണ്. അവിടെ യൂണിയൻ ബിൽഡിങ്സിലെ ആംഫി തിയേറ്ററിൽ വെച്ചാണ് നടക്കുന്നത്. ആംഫി തിയേറ്റർ മീൻസ് എ ബിൽഡിംഗ് വിത്തൗട്ട് എ റൂഫ് വിത്ത് മെനി റോസ് ഓഫ് സീറ്റ്സ് റൈസിംഗ് ഇൻ സ്റ്റെപ്സ്, ടൈപ്പിക്കൽ ഓഫ് ഏൻഷ്യൻറ്റ് ഗ്രീസ് ആൻഡ് റോം. ആംഫി തിയേറ്റർ മീൻസ് മുകളിൽ റൂഫൊന്നുമില്ലാത്ത ഒരു ബിൽഡിംഗാണ്. ആ ലവ്ലി ആംഫി തിയേറ്റർ സാൻഡ്സ്റ്റോൺ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. സൗത്ത് ആഫ്രിക്ക 10 വർഷത്തോളം, ഡിക്കേഡ് മീൻസ് 10 വർഷം, 10 വർഷത്തോളം വൈറ്റ് സുപ്രീമസി ആയിരുന്നു ഭരിച്ചിരുന്നത്. അവർ കറുത്ത വർഗ്ഗക്കാരെ ഒരുപാട് ഉപദ്രവിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ ഇവിടെ എല്ലാ വർഗ്ഗക്കാരും, കറുത്തവരും വെളുത്തവരും എല്ലാ നിറത്തിലുള്ളവരും ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. അതിനെയാണ് റെയിൻബോ എന്ന് വിശേഷിപ്പിച്ചത്. അവരൊക്കെ അവിടെ ഒരുമിച്ച് കൂടാനുള്ള കാരണം എന്താണ്? സൗത്ത് ആഫ്രിക്കയുടെ ഫസ്റ്റ് ഡെമോക്രാറ്റിക് നോൺ റേഷ്യൽ ഗവൺമെൻറ്, ദാറ്റ് മീൻസ് പീപ്പിൾ സ്വയം തിരഞ്ഞെടുത്ത ഡിസ്ക്രിമിനേഷൻ ഇല്ലാത്ത ഗവൺമെൻറ്റാണ് ഇന്ന് സ്ഥാനമേൽക്കുന്നത്. On that lovely autumn day, I was accompanied by my daughter Zenani. നെൽസൺ മണ്ടേലയുടെ ആ ചടങ്ങിൽ പങ്കെടുക്കാനായി അദ്ദേഹത്തിൻ്റെ മകൾ സെനാനിയും കൂടെയുണ്ടായിരുന്നു. On the podium, Mr. de Klerk was first sworn in as second deputy president. സ്റ്റേജിൽ സെക്കൻഡ് ഡെപ്യൂട്ടി പ്രസിഡൻ്റായി മിസ്റ്റർ ഡി ക്ലർക്ക് സത്യപ്രതിജ്ഞ സ്വാൺ ചെയ്ത് അധികാരമേറ്റു. Then Thabo Mbeki was sworn in as first deputy president. Then Thabo Mbeki സത്യപ്രതിജ്ഞ ചെയ്ത് ഫസ്റ്റ് ഡെപ്യൂട്ടി പ്രസിഡൻ്റായി സ്ഥാനമേറ്റു. When it was my turn, I pledged to obey and uphold the Constitution and to devote myself to the well-being of the Republic and its people. നെക്സ്റ്റ് അദ്ദേഹത്തിൻ്റെ അവസരം വന്നപ്പോൾ അദ്ദേഹം പ്ലെഡ്ജ് ചെയ്തു. റൂൾസ് ആൻഡ് റെഗുലേഷൻസൊക്കെ അനുസരിക്കുമെന്നും പ്രതിജ്ഞ എടുത്തു. നെൽസൺ മണ്ടേല ആ രാജ്യത്തിനും അവിടുത്തെ പീപ്പിളിനും വേണ്ടി അദ്ദേഹത്തെ തന്നെ ഡിവോട്ട് ചെയ്യുമെന്നും പറഞ്ഞു. ഡിവോട്ട് മീൻസ് നൽകുമെന്നും പറഞ്ഞു. To the assembled guests at the watching world, I said. അവിടെ കൂടിയിരുന്ന ആളുകളോടായി അദ്ദേഹം പറഞ്ഞു. Today all of us do
by our presence here, confer glory and hope to newborn liberty. പുതുതായി വന്ന സ്വാതന്ത്ര്യത്തിന് എല്ലാ പ്രതീക്ഷയും വിജയവും നേർന്നുകൊണ്ടാണ് നെൽസൺ മണ്ടേല സ്പീച്ച് സ്റ്റാർട്ട് ചെയ്തത്. ഔട്ട് ഓഫ് ദ എക്സ്പീരിയൻസ് ഓഫ് ആൻ എക്സ്ട്രാ ഓർഡിനറി ഹ്യൂമൻ ഡിസാസ്റ്റർ ദാറ്റ് ലാസ്റ്റഡ് ടു ലോങ് must be born a society of which all humanity will be proud. അദ്ദേഹം പറയുന്നത് വെളുത്ത വർഗക്കാർ ഭരിച്ചിരുന്ന സമയത്തുള്ള പ്രശ്നങ്ങളെക്കുറിച്ചാണ്. അവർ നേരിട്ട ദുരിതങ്ങൾ, അസാധാരണമായ സംഭവങ്ങളെ അതിനെയാണ് എക്സ്ട്രാ ഓർഡിനറി ഹ്യൂമൻ ഡിസാസ്റ്റർ എന്ന് പറയുന്നത്. അതൊക്കെ മാറി ഇപ്പോൾ ഒരു പുതിയ സൊസൈറ്റി പിറന്നിരിക്കുകയാണ്, എല്ലാ മനുഷ്യർക്കും അഭിമാനിക്കാൻ പറ്റുന്ന രീതിയിൽ. വി who were outlaws not so long ago have today been given the rare privilege to be host to the nations of the world on our own soil. അവരൊക്കെ കുറച്ച് നാളുകൾക്ക് മുമ്പ് കുറ്റവാളികളായിരുന്നു, ഔട്ട്ലോസ്. ബട്ട് ഇന്ന് അവർക്ക് പല ലീഡേഴ്സിനെയും വരവേൽക്കാൻ ഹോസ്റ്റ് ചെയ്യാനുള്ള വൻ നേട്ടമാണ് കൈവന്നത്. We thank all of our distinguished international guests for having come to take possession with the people of our country of what is, after all, a common victory for justice, for peace, for human dignity. അവരുടെ നീതിക്കും സമാധാനത്തിനും വേണ്ടി ഡിസ്ക്രിമിനേഷനിൽ നിന്നുമൊക്കെയുള്ള വിജയത്തിനു ശേഷം അവിടുത്തെ ജനങ്ങളോടൊപ്പം കൂടിച്ചേർന്ന എല്ലാ ഇൻ്റർനാഷണൽ ഗസ്റ്റിനുമാണ് നെൽസൺ മണ്ടേല നന്ദി അറിയിച്ചത്. Never, never and never again shall it be that this beautiful land will again experience the oppression of one by another. Never and never, ഒരിക്കലും ഈ സൗത്ത് ആഫ്രിക്കയിൽ നീതിയില്ലാത്ത കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പാടില്ല. The sun shall never set on so glorious a human achievement. The sun ഒരിക്കലും നമ്മുടെ അച്ചീവ്മെൻറ്റ്സിനെ ആക്രമിക്കില്ല. Let freedom reign. God bless Africa. ഫ്രീഡം റൂൾ ചെയ്യട്ടെ. ദൈവം സൗത്ത് ആഫ്രിക്കയെ അനുഗ്രഹിക്കട്ടെ. That's all friends. I hope you liked today's video. Thank you for watching.